ഭാഗം ആമേൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന് 38-ാമത് വാക്യം നമുക്ക് വായിക്കാം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. എല്ലാവരും ബൈബിൾ എടുത്ത് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒരുമിച്ച് ആ വചനം ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കും. നമുക്കൊരുമിച്ച് ദൈവസന്നിധി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത് വാക്യം. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് പകല് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. യോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നം. ഹല്ലേലൂയ. യോസഫിന്റെ സ്വപ്നമല്ല, ദൈവത്തിന് യോസഫിനെ കുറിച്ചൊരു സ്വപ്നം. ഇത് പകല് ഞാൻ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. യോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നം. ദൈവത്തിൻ്റെ നിയോഗത്തെ, ദൈവത്തിൻ്റെ അനാദികാല നിർണയത്തെ ആമേൻ ക്രിസ്തുവിൽ സ്ഥാപിപ്പാൻ തക്കവണ്ണം ഒരു സൈന്യത്തെ മിസ്രൈമിൽ എഴുന്നേൽപ്പിക്കണം. അതുകൊണ്ട് യോസഫിനെ മിസ്രൈമിൽ കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ഹല്ലേലൂയ. പക്ഷെ സഹോദരന്മാരുടെ സ്വപ്നം അതല്ല. സഹോദരന്മാരുടെ സ്വപ്നം ഇവൻ എങ്ങനെങ്കിലും പൊട്ടക്കണറ്റിലിടണം. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ആമേൻ സ്തോത്ര സ്വപ്നം ഈവൻ മാത്രം അങ്ങനെ ഉയരണ്ട. ആമേൻ ഈവന്റെ സ്വപ്നം വേണ്ട. ആമേൻ ഈവന്റെ സ്വപ്നത്തെ ആമേൻ ഒതുക്കിക്കളയാൻ ആമേൻ സഹോദരങ്ങൾ എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആമേൻ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ടെങ്കിൽ ആരെല്ലാം പൊട്ടക്കിണറ്റിനകത്തിടാൻ ശ്രമിച്ചാലും, ആരെല്ലാം ദൈവകുഞ്ഞ് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും, ആമേൻ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു 2024 ആമേൻ ദൈവത്തിന്റെ സ്വപ്നം നിന്റെ മേൽ നിറവേറും. ആമേൻ ഹല്ലേലൂയ. നീ പൊട്ടക്കുഴിയിൽ കിടക്കത്തില്ല. ആമേൻ നീ പൊത്തിപ്പോറിന്റെ വീട്ടിൽ ഒതുങ്ങി പോകത്തില്ല. നീ കാരാഗ്രഹത്തിൽ ഒതുങ്ങി പോകത്തില്ല. 2024 നിന്നെ പുറത്തെടുക്കും. എന്റെ ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് നിന്നെ പുറത്തെടുക്കും. ഇന്ന് പകല് പറയണം, ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ സ്വപ്നം ആമേൻ നിന്റെ മേൽ കിടക്കുന്നുവോ, ആമേൻ നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് പകല് പറയണം, ആമേൻ സ്തോത്രം, ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മനുഷ്യന്റെ സ്വപ്നമല്ല, ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നം. ഓ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് ജോസ് പാസ്റ്ററെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് വിക്ടറി ഇന്റർനാഷണൽ ദൈവസഭയ്ക്കകത്ത് ആമേൻ ഞാൻ വന്നതല്ല, ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുക, വിക്ടറി ഇന്റർനാഷണൽ സഭയ്ക്കകത്ത് ദൈവകുഞ്ഞൻ നിന്നെ കൊണ്ടുവന്നത് ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, 2024 നിന്റെ മേൽ കിടക്കുന്ന സ്വപ്നം അത് നിറവേറുന്ന വർഷമാണ്. ഓ ജീസസ്. ഒതുക്കാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. ഒതുക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, എന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ആമേൻ പറഞ്ഞ് എന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ആമേൻ ആന്റി ധൈര്യമായിട്ട് പറഞ്ഞു, ആമേൻ എന്നെ ഒതുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അച്ഛനോട് തന്നെ പറ, എന്നെ ഒതുക്കാൻ പറ്റുകയില്ലെന്ന് പറ. ആമേൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആമേൻ ഞാൻ നിൽക്കും. എന്റെ ഭർത്താവിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, എന്റെ ഭാര്യയ്ക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എന്റെ ദർശനത്തെ, എന്റെ മേൽ കിടക്കുന്ന ദർശനം, എന്റെ മേൽ കിടക്കുന്ന വെളിപ്പാട്, എന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ സ്വപ്നത്തെ ഒതുക്കാൻ ഒരു പൊത്തിപ്പേറിന്റെ ഭവനത്തിന് കഴിയത്തില്ല, ഒരു കാരാഗ്രഹത്തിന് കഴിയത്തില്ല. ആമേൻ സ്തോത്രം. ഒരു സഹോദരങ്ങൾക്കും കഴിയത്തില്ല. ഓ ജീസസ്.
എന്റെ സഹോദരങ്ങൾക്ക് എന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. ഇന്ന് പറ, ആമേൻ, ഒതുക്കാൻ പറ്റുകയില്ല. പിശാചേ, നിനക്ക് ഒതുക്കാൻ പറ്റുകയില്ല. നീ ആരെയല്ല കരത്തിലെടുത്താലും എന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് പകല് പറഞ്ഞ എന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല, ഞാൻ ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തുള്ളതാ. ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ദാവീദേ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. നിന്നെ കുറിച്ചുള്ള സ്വപ്നം പറഞ്ഞാൽ നാട്ടുകാർ മുഴുവനും ചിരിക്കും. പള്ളിക്കൂടം കണ്ടിട്ട് സ്കൂൾ കണ്ടിട്ടില്ലാത്ത ദാവീദ്, ഒരാട്ടിടയന്റെ വസ്ത്രം ധരിച്ച് കാട്ടിൽ ആടുകളുമായി മേയ്ച്ച് നടക്കുന്ന ഒരു ദാവീദ് ഇസ്രായേലിന്റെ രാജാവാകാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? രാജാക്കന്മാരെ ജയിക്കുന്ന ഒരു രാജാവായി മാറാൻ പോവുക. വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ ഇവിടുത്തെ മിനിസ്റ്റർ ആകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളത്തെ ഇവിടുത്തെ കളക്ടർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന തലമുറകൾ ഈ അമസ്തോത്ര രാജ്യങ്ങളെ പിടിക്കുന്നവരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തെ പിടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആയിരക്കണക്കിന് തലമുറകളെ നാശത്തിലേക്ക് പോകുന്ന, പാപത്തിലേക്ക് പോകുന്ന തലമുറകളെ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വലിച്ചിടുന്ന ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ആമേൻ. വരും കാലത്തെ അപ്പോസ്തലന്മാർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പകല് ദൈവകുഞ്ഞെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല ദൈവത്തിന്റെ സ്വപ്നം നിറവേറുന്നത്. സാഹചര്യം നോക്കിയാൽ ദൈവകുഞ്ഞെ നിന്റെ കുടുംബം അതിന് പ്രാപ്തിയല്ലെന്ന്. ഹല്ലേലൂയ. സാഹചര്യം നോക്കിയാൽ ഹല്ലേലൂയ ഇതൊന്നും ആമേൻ സ്തോത്രം ഈ പട്ടണത്തിനകത്ത് ശ്രേഷ്ഠമായ ആമേൻ വീട്ടിനകത്ത് സ്വന്തം വീട്ടിനകത്ത് പാർത്തുകൊണ്ട് നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം റെന്റിന് താമസിക്കുന്ന എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട് എന്ന് പകല് പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തുള്ള ആളാണ്. എൻ്റെ അതിരുകളിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഞെരുങ്ങുമ്പോൾ, ജീവിതത്തെ പ്രതിസന്ധികളേറുമ്പോൾ, പ്രതികൂലങ്ങളേറുമ്പോൾ പറയണം, പിശാചേ നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ സ്വപ്നത്തിനകത്തുള്ളവനാ. ഇന്ന് പകൽക്കാലം പറഞ്ഞ ഞാൻ സ്വപ്നത്തിനകത്തുള്ളവനാ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളവനാ ഞാൻ. എന്നെ തൊടാൻ, എൻ്റെ കുടുംബത്തെ തൊടാൻ, എൻ്റെ ഭർത്താവിനെ തൊടാൻ, എൻ്റെ ഭാര്യയെ തൊടാൻ, എൻ്റെ കുഞ്ഞിനെ തൊടാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പറയണം, എൻ്റെ കുടുംബം ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിക്കകത്തുള്ളതാ. ഹല്ലേലൂയ. പിശാചേ നിനക്ക് തൊടാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, 2024 വിശ്വസിക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുന്ന ആമേൻ വർഷമായത്. നിങ്ങൾ പ്രവചിച്ചോണം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ പ്രവചിക്കണം. ഞാൻ പറഞ്ഞു, 2024 വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിൽ അനേക പ്രവാചകന്മാരും പ്രവാചകിമാരും ഇതിനകത്ത് എഴുന്നേൽക്കും. ഓ, ദേശത്തെ പിടിക്കുന്ന ശുശ്രൂഷകർ ഇതിനകത്ത് എഴുന്നേൽക്കും. ഓ ഹല്ലേലൂയ. ദേശത്തെ കൈവശമാക്കുന്ന ശുശ്രൂഷകരെ ദൈവം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകർ ഇതിനകത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സഭയെ നോക്കി പ്രവചിച്ചു പറയുകയാ. ആമേൻ ഹല്ലേലൂയ. വീര്യ പ്രവർത്തി ചെയ്യുന്നവരെ ദൈവം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും. ആമേൻ. പ്രവചിക്കുന്ന ഒരു തലമുറയെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും. ആമേൻ. ദർശനം കാണുന്ന ഒരു തലമുറയെ ആമേൻ സഭയ്ക്കകത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ സ്തോത്ര. രോഗശാന്തി വരമുള്ള ഒരു തലമുറയെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ. പലവിധ ഭാഷകൾ പറയുന്നവർ, വ്യാഖ്യാനിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കും. ഞാൻ പറയുന്നു, ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ചരിത്രത്തെ മാറ്റി എഴുതുന്ന ആമേൻ സുവിശേഷകന്മാർ മലയാള സർവീസിനകത്ത് നിന്ന് എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം ഈ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഞാനത് പ്രവചിക്കും, ഞാനത് കാണും. ആമേൻ. പുഴു കുത്തിയതും തുള്ളൻ വെട്ടിയതും ഇനി കാണത്തില്ല.
ആമേൻ. ദൈവത്തിന്റെ സമൃദ്ധി, ആത്മീക സമൃദ്ധി നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ ദൈവം ഈ വർഷം ഉപയോഗിക്കും. നമ്മുടെ തലമുറകൾ ശക്തമായി ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കും. Glory to God. Glory to God. ഇന്ന് പകലിൽ ഇത് പിടിച്ചോണം. സ്തോത്രം. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം പിടിച്ചോണം. ആമേൻ. ഇതൊന്നും ആമേൻ, ഈ സ്വപ്നം ഒന്നും ആമേൻ ഞാൻ കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയതല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നതിനകത്ത് എനിക്ക് വ്യക്തമായി എൻ്റെ ഉപവാസത്തിൻ്റെ 14ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആമേ സംസാരിക്കുന്നത് എനിക്കറിയാം. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്ന പിടിച്ചോണം. ഹല്ലേലൂയ. പ്രവാചകരെ ദൈവം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ ആമേൻ അതിലങ്ങ് പിടിച്ചോണം. ഹല്ലേലൂയ. കർത്താവേ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആ ശുശ്രൂഷയ്ക്ക് എന്നെ അങ്ങോട്ട് തരുന്നപ്പാ എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് വാഞ്ചിച്ചോണം, അതേ കയറി പിടിച്ചോണം. ആമേ രോഗശാന്തി വരത്താൽ ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചോണം കയറി. ആമേ സ്തോത്രം. പ്രായം നോക്കരുത്, അയ്യോ എനിക്ക് കഴിവില്ലെന്ന് പറയരുത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു പിടിച്ചോണം. ഹല്ലേലൂയ. കഴിവില്ലാത്ത ആരും ഇതിനകത്ത് കയറി വന്നിട്ടില്ല. ആമേൻ. വചനം പറയുന്നു, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞൻ നിന്റെ പ്രാപ്തിയല്ല, കാട്ടിൽ ആടുമേച്ചു നടന്ന ദാവീദിനെ ആമേ സ്തോത്രം കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി ഇരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കഴിവും ഇല്ലാത്തവരെയാണ് ദൈവത്തിന് ആവശ്യം. പുതിയ നിയമത്തിനകത്ത് കഴിവില്ലാത്തവരാ ആമേ ദൈവത്തിന് ആവശ്യം. കാരണം കഴിവില്ലാത്തവരെ ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ? ആമേ നമുക്കൊന്നും പ്രശംസിക്കാനൊന്നും കാണുകയില്ല. ഹല്ലേലൂയ. പ്രശംസിക്കാനൊന്നുമില്ല. ഈ പാട്ടൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രശംസിക്കാനൊന്നുമില്ല. തകർന്നു പോയ സ്ഥാനത്ത്, ഉടഞ്ഞു പോയ സ്ഥാനത്ത്, ഒരിക്കലും ആമേ സുവിശേഷം ആമേ ചെയ്യിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് ഇന്ന് പകലിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ. പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല. നമ്മൾ 2024 നമ്മൾ സ്വർഗവുമായി കണക്ട് ചെയ്തിരിക്കും. സ്തോത്രം. എനിക്കറിയില്ല, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനങ്ങൾ, ദൈവം നമുക്ക് തരുന്ന ആലോചനകൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ല, സ്വർഗമായിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ ആത്മിക തളർച്ചയ്ക്ക് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് സഭയായിട്ട് ഭയങ്കര ബന്ധമാണ്, പക്ഷെ സ്വർഗമായിട്ട് എല്ലാവർക്കും ബന്ധം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിൽ എല്ലായിടത്തും ലോകത്തിൻ്റെ അറ്റത്തോളം സ്തോത്രം. കണ്ടോ, സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, സ്വർഗത്തിൻ്റെ കര ഒരുവന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ അവൻ ചലിക്കാൻ തുടങ്ങും. അവൻ്റെ പടകിൻ്റെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. അണ്ടോ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അവൻ ഭവനത്തിൽ ഒതുങ്ങത്തില്ല, ദേശത്തിൽ ഒതുങ്ങത്തില്ല, സ്റ്റേറ്റിൽ ഒതുങ്ങത്തില്ല, രാജ്യത്തിൽ ഒതുങ്ങത്തില്ല. അവനെ ലിമിറ്റ് ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകല് പറയണം, പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ എന്നെ ലിമിറ്റ് ചെയ്യുവാൻ പറ്റത്തില്ല. എന്നെ ഒരു ഓഫീസിനകത്ത് ഇല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് എന്നെ പരിമിതിക്കകത്ത് ഒതുക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് പകല് പറയണം, പരിശുദ്ധാത്മാവ് വന്നാൽ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ പരിധികൾ പൊട്ടും, പരിമിതികൾ മാറും. ആമേൻ. നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന അതിരുകളെ ദൈവം പൊട്ടിച്ചങ്ങ് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ പുറപ്പെടും. ഹല്ലേലൂയ. അതിൻ്റെ പിന്നെ താഴ്ചയ്ക്ക് നമ്മൾ ചിന്തിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.
ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന ഈ ദിവസങ്ങളിൽ ആത്മാവ് നമ്മളെ ബോധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അഭിഷേകം വെളിപ്പെടും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അഭിഷേകം വെളിപ്പെടും. ഓ സ്തോത്ര സ്തോത്ര സ്തോത്ര. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അഭിഷേകം വെളിപ്പെടും. അഭിഷേകം വെളിപ്പെട്ടാൽ സുവിശേഷം വെളിപ്പെടും. ഹലോ, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ അഭിഷേകം വെളിപ്പെടും. അഭിഷേകം വെളിപ്പെട്ടാൽ സ്തോത്രം സ്തോത്രം. അഭിഷേകം ഉള്ളവൻ എന്തുണ്ട്? സുവിശേഷം. സ്തോത്രം. സുവിശേഷം ഉള്ളവനാണ് അഭിഷേകമുള്ളത്. അഭിഷേകം ഉള്ളവന് സുവിശേഷം. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്തില്ല? സ്തോത്രം. സുവിശേഷം ഇന്നില്ലാതെ പോയതും എന്ത് സുവിശേഷം? നിങ്ങൾ ഗൂഗിളിൽ സുവിശേഷം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. എന്താ എൻ്റെ അർത്ഥം വരുന്നേ? സുവിശേഷം ഒന്ന് നിങ്ങൾ ഇപ്പോൾ ആരും മൊബൈലിൽ അടിച്ചു നോക്കരുത്. വീട്ടിൽ പോയിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയേ. അതിനകത്ത് ഉടനെ വരും. യേശുവിൻ്റെ ജീവചരിത്രം അടങ്ങിയ സ്തോത്രം പ്രഭാഷണങ്ങളും അടങ്ങിയ ഗ്രന്ഥം എന്നാ എൻ്റെ അർത്ഥം. എന്താ? യേശുവിൻ്റെ ജീവചരിത്രം. അപ്പൊ സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? യേശുവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. അപ്പോ വിശുദ്ധി വരണമെങ്കിൽ ആര് വരണം? ആര് വരണം? ക്രിസ്തു വരണം. ശിംശോൻ വന്നാൽ വിശുദ്ധി വരികയില്ല. ശിംശോൻ വന്നാൽ ആരൊക്കെ വരും? ശിംശോനാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നെങ്കിൽ അഭിഷേകവും വരും, ദലീലയും വരും. ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ആര് വരണം? ക്രിസ്തു വരണം. എന്തിനാ ക്രിസ്തു വരുന്നേ? എന്തിനാ കർത്താവ് വരുന്നേ? എന്താ അവൻ്റെ ജീവചരിത്രം? ഇന്ന് പകൽക്കാലം ഒരുവന് രക്ഷ പ്രാപിക്കണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, യേശു ക്രിസ്തു വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അഭിഷേകം വെളിപ്പെടും. അഭിഷേകം വെളിപ്പെട്ടാൽ സുവിശേഷം വെളിപ്പെടും. സുവിശേഷം വെളിപ്പെട്ടാൽ ദൈവരാജ്യം വെളിപ്പെടും. ഹല്ലേലൂയ. കണ്ടോ, സുവിശേഷം വെളിപ്പെടണം. ഞാൻ പറഞ്ഞു, സുവിശേഷം ആരുടെ ജീവിതത്തിലുണ്ടോ അവർ സ്വർഗവുമായി കണക്ട് ചെയ്തിരിക്കും. ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കും? നിങ്ങൾ അനുനിമിഷം സ്വർഗത്തിന്റെ ക്യാമറയ്ക്കകത്തായിരിക്കും. നിങ്ങൾ സ്വർഗത്തിന്റെ ക്യാമറയ്ക്കകത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളിവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിങ്ങിൽ പാസ്റ്റർ കടന്നു വരുമ്പോൾ പാസ്റ്റർ മൊബൈൽ നോക്കി എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരൊക്കെ ഇരുന്ന് സ്തോത്രം ആരൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടില്ലെന്നെല്ലാം ആർക്കറിയാം? ആർക്കറിയാം? സീനിയർ പാസ്റ്ററിന് അറിയാം. കണ്ടോ, നമ്മൾ പോകുന്ന പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ക്യാമറ നിരീക്ഷണത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പേടിയാ. എവിടെ പോയാലും മര്യാദയ്ക്കൊക്കെ നിൽക്കത്തുള്ളൂ. കാരണം എന്ത് ചെയ്താലും വീട്ടുകാരെ പേടിയില്ലെങ്കിലും ക്യാമറ, എല്ലാവർക്കും ക്യാമറ പേടിയാ.
ഒരു ആക്സിഡന്റ് നടന്നാൽ നമ്മൾ കള്ളം പറഞ്ഞാലും ക്യാമറ ഒപ്പിയെടുക്കും. അങ്ങനെയാണെങ്കിൽ സുവിശേഷം ഒരുവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേണോ പാസ്റ്റേ? ഈ സ്വർഗത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നല്ലോ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരാ? ഈ ഹോളിനകത്തുള്ള കാര്യങ്ങൾ പാസ്റ്റർ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ ക്യാമറ നോക്കുന്നത് ആരാന്നറിയോ? ആരാ നോക്കുന്നേ? ദൂതന്മാരല്ല നോക്കുന്നേ, യേശു കർത്താവായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുക, ഓരോ നിമിഷം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞ് എങ്ങോട്ടാ പോകുന്നേ? എൻ്റെ കുഞ്ഞ് എന്താ ചെയ്യുന്നേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ആമേൻ സ്തോത്രം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇതാ പിശാച് ആമേൻ സ്തോത്രം ആമേൻ എൻ്റെ കുഞ്ഞിൻ്റെ നേരെ വരികയാ. ആമേൻ സ്തോത്രം. കർത്താവ് ഒന്ന് ആ ക്യാമറ നോക്കിയാൽ മതി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ വഴിയായി ചെങ്കടലിൽ കടക്കുമ്പോൾ ആമേൻ സ്തോത്രം ഫറവോനും കൂട്ടരും ഒരു തീരുമാനമെടുത്ത് എന്തായാലും ഇന്ന് പുറകെ പോയിട്ട് എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം. ഇവരെ തകർത്ത് കളയുമെന്ന് അവരുടെ പുറകെ വന്നപ്പോൾ മുമ്പിൽ നിന്ന ദൂതൻ പുറകിലോട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. സ്വർഗമൊന്ന് നോക്കിയതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? ഫറവോന്റെ രഥചക്രങ്ങൾ താറുമാറായി. ആമേൻ സ്തോത്രം. കണ്ടോ? ദൈവം ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആമേൻ ശത്രുവിന്റെ ഓട്ടം പ്രയാസമായെന്ന്. ഇന്ന് പകൽക്കാലം സ്വർഗം നമ്മളെ നോക്കിയാൽ ആമേൻ നമ്മളെ പിന്തുടരുന്ന ശത്രുവിന്റെ ഓട്ടം എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം. ഓട്ടം പ്രയാസത്തിലാകും എന്ന് പറഞ്ഞാൽ ശത്രു നിന്നെ പിന്തുടരത്തില്ല. ആമേൻ സ്തോത്രം. 2023 നിന്നെ പിന്തുടർന്നത് 24 നിന്നെ പിന്തുടരത്തില്ലെന്നാ പറഞ്ഞത്. എന്താ? ആമേൻ ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി, ആമേൻ നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ ആത്മിക വളർച്ചയ്ക്ക് വിരോധമായി, ഉയർച്ചയ്ക്ക് വിരോധമായി ആമേൻ പിന്തുടർന്ന ശത്രുവിന് എന്റെ ദൈവമെന്ന് നോക്കിയാൽ മതി. ഇനി അത് പിന്തുടരത്തില്ല. ആമേൻ. ദൈവം നിന്നെ എത്തിക്കുന്നത് വരെ അവന്റെ ഓട്ടം പ്രയാസമാകും കേട്ടോ. ഹല്ലേലൂയ. അവൻ ദൈവം നോക്കും. അവൻ ഇന്ന് പകൽക്കാലം പറ, സുവിശേഷം എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിനകത്ത, ഞാൻ ദൈവത്തിൻ്റെ ക്യാമറയ്ക്കകത്ത, ദൈവത്തിൻ്റെ കണ്ണ്. ഹല്ലേലൂയ. വചനം പറഞ്ഞു യോഹന്നാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഹല്ലേലൂയ. ആ മുഖത്തോട്ടൊന്നു നോക്കിയതേ ഉള്ളൂ. അഗ്നി ജ്വാലക്കൊത്ത കണ്ണുകൾ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ ആമേൻ ശത്രു ഇരുട്ടത്ത് നിന്ന് നിന്നെ നോക്കുമ്പോൾ ആമേൻ ഇതാ ഒരുവൻ നിന്ന് നോക്കുന്നു, അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവൻ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ നിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ബലഹീനനല്ല, നിന്റെ പക്ഷത്തുള്ളത് സാധാരണക്കാരനല്ല. ഇന്ന് പകൽക്കാലം ആമേൻ നിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചാടി എഴുന്നേറ്റ് നിന്ന് സ്വോത്രം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചേ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കൂടെ നിൽക്കുന്നവൻ സാധാരണക്കാരനല്ലെന്ന്. ആമേൻ സ്തോത്രം. ആമേൻ. ഇതൊക്കെ പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വോത്രം പറഞ്ഞോളണം. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. പിശാച് കാണണം എൻ്റെ കൂടെ ഉള്ളവൻ ആമേൻ സാത്താനെ സാധാരണക്കാരനല്ല. ആമേൻ. ഈ ലോകത്തിലുള്ള ഒരു ബലഹീനനെ പോലെയല്ല. എൻ്റെ കൂടെ നടക്കുന്നവൻ ആമേൻ സ്തോത്രം, എൻ്റെ കൂടെ ഇരിക്കുന്നവൻ അവൻ സാധാരണക്കാരനല്ല. അവൻ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമുള്ള കാലുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ഒരു സാധാരണക്കാരനല്ല എന്നോട് കൂടെയുള്ളത്. ഈ ലോകത്തിലുള്ളവനേക്കാൾ ഒരു വലിയവൻ എന്നോട് കൂടെയുണ്ട്. ആമേൻ. സാധാരണക്കാരനല്ല കേട്ടോ എന്റെ കൂടെയുള്ളവൻ. അവൻ ബലവാന്, അവൻ സർവശക്തിയുള്ള ദൈവം, അവൻ സാധാരണക്കാരനല്ല. സുവിശേഷം വെളിപ്പെട്ടാൽ പിന്നെ ആ ദാരിദ്ര്യം മാറുന്നേ. ദരിദ്രന്മാരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശം പ്രാപിക്കേണ്ടവൻ്റെ ദാരിദ്ര്യത്തെ മാറ്റുന്നൊരു സുവിശേഷം ഇന്ന് പകൽ പറ ദൈവകുഞ്ഞെ.
ആമേൻ സ്തോത്രം. ഈ ആമേൻ പട്ടണത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനുള്ള ആമേൻ സുവിശേഷം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ആമേൻ സ്തോത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നതല്ല, ആമേൻ ദാരിദ്ര്യത്തെ മാറ്റുന്നത് എൻ്റെ കയ്യിലുണ്ട്. ആമേൻ ഇന്ന് പകൽക്കാലം പറയണം, അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്തൊന്ന് പറഞ്ഞ എൻ്റെ കയ്യിലുള്ളത് ദാരിദ്ര്യം മാറ്റുന്നത്. ആമേൻ. ദൈവകന്യ, നീ ദാരിദ്ര്യം അനുഭവിക്കാനല്ല നിന്നെ വിളിച്ചത്. ആമേൻ. ദാരിദ്ര്യം അനുഭവിക്കാനല്ല. സ്തോത്രം. ഒന്ന് എഴുന്നേറ്റൊന്ന് കരം കൊടുത്തങ്ങ് പറ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്ന ഒരാളിലൂടെ കരം കൊടുത്ത് പറ ആമേൻ ഹല്ലേലൂയ. നിന്റെ ദാരിദ്ര്യം മാറ്റുന്നൊരു സുവിശേഷം എൻ്റെ പക്കലുണ്ടെന്ന്. ഹല്ലേലൂയ. കരം കൊടുത്തങ്ങ് പറ. ഇന്ന് പകലിൽ അത് പറയുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ ഒരു ആത്മസാന്നിധ്യം നിങ്ങളുടെ അകത്ത് ചലിക്കുകയാ. ഇന്ന് പകൽക്കാലം പറ, ഈ പട്ടണത്തിന്റെ ദാരിദ്ര്യം മാറ്റുന്ന ഒരു സുവിശേഷം, ഒരു അഭിഷേകം, ഒരു ആത്മാവന്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന്. ആമേൻ. 2024 കാണാൻ പോകുന്നത് ദാരിദ്ര്യമല്ലെന്ന്. ആമേൻ. സഭയ്ക്കകത്ത് ദാരിദ്ര്യമുണ്ടാകത്തില്ല, ആത്മാക്കൾക്ക് ദാരിദ്ര്യമുണ്ടാകത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, ശുശ്രൂഷയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, ആരാധനയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തലമുറയ്ക്കകത്ത് ദാരിദ്ര്യം ഉണ്ടാകത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറ. ആമേൻ. ദാരിദ്ര്യത്തിന് എന്റെ കുടുംബത്തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം സകല ആത്മിക ഭൗതിക ദാരിദ്ര്യത്തെ മാറ്റുന്ന ഒരു സുവിശേഷം എന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ പാർക്കുന്ന പട്ടണത്തിനകത്ത് ആമേൻ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു സമ്പത്തിൻ്റെ അകത്തിരിപ്പുണ്ട്, ഒരു സമ്പത്തിൻ്റെ അകത്തിരിപ്പുണ്ട്. ആമേൻ. എന്താ ആ സമ്പത്ത്? ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത് അത് ക്രിസ്തുവായി എൻ്റെ സമ്പത്ത്. പകലിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ സമ്പത്ത് ആരാ? സ്തോത്ര. സാധാരണക്കാരനല്ല ഇന്ന് പകലിൽ എൻ്റെ സമ്പത്ത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വരണ്ട കൈയുള്ളവനല്ല എൻ്റെ സമ്പത്ത്, ദാരിദ്ര്യം പിടിച്ചവനല്ല എൻ്റെ സമ്പത്ത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അവൻ പരാജയപ്പെട്ടവനല്ല എൻ്റെ സമ്പത്ത്. ഇന്ന് പകൽക്കാലം എൻ്റെ സമ്പത്തെന്ന് പറയാൻ ഇന്ന് പകൽക്കാലം ഒന്നേ ഉള്ളൂ, അതെൻ്റെ കർത്താവാണ്. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ഈ ഭൂമിയിലെ സകല സമ്പത്തും ആമേൻ നമ്മളിവിടെ ഇട്ടിട്ട് പോകണം. ആമേൻ ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാം നമ്മളിവിടെ ഇട്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയ ഒരൊറ്റ സമ്പത്തേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ യേശുവല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ സമ്പത്തിനെ ഒന്ന് മുറുകെ പിടിക്കാമോ? ആ സമ്പത്തിനെ ഒന്ന് മുറുകെ പിടിക്കാമോ? എന്നിട്ട് ഈ സമ്പത്തിനെ എല്ലാവർക്കും കൊടുക്കണം. സ്തോത്രം. ഈ സമ്പത്തിനെ എന്ത് ചെയ്യണം? ഈ സമ്പത്ത് നമ്മളെ വീട്ടിനകത്ത് ഇരുന്നിട്ടാണോ ദാരിദ്ര്യം നമ്മളെ വാഴുന്നേ? സ്തോത്രം. 2023 സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും ദാരിദ്ര്യം അനുഭവിച്ചു. 2024 ഹലോ 2024 പറയണം ആമേൻ ഞാൻ എൻ്റെ സമ്പത്തിനെ അനുഭവിക്കാൻ പോവാ. പറഞ്ഞ ഞാൻ സമ്പത്ത് അനുഭവിക്കും. ഞാൻ സമ്പത്ത് അനുഭവിക്കും. സ്തോത്രം സ്തോത്രം. ഞാൻ സമ്പത്ത് അനുഭവിക്കും. എൻ്റെ സമ്പത്ത് എൻ്റെ യേശുവാ, എൻ്റെ കർത്താവിൻ്റെ സമ്പത്താ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ താണു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. കാരണം ഈ സമ്പത്ത് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, ഈ സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ആമേൻ സ്തോത്രം പറഞ്ഞ ഞാൻ താണു പോകത്തില്ല. ഞാൻ പറയും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇന്ത്യയിലെ സമ്പത്ത് അനുഭവിക്കും.
എൻ്റെ കുഞ്ഞുങ്ങൾ നന്മ അനുഭവിക്കും. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്ര ഹല്ലേലൂയ 195 രാജ്യങ്ങളിൽ സഞ്ചരിക്കും. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ 195 രാജ്യങ്ങളിൽ സ്തോത്രം. പാസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് പകല് തലമുറകളെ നോക്കി പറയണേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒതുക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കി പറയണേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു രാജ്യത്തിനകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 195 രാജ്യങ്ങളിലും അവർ പറക്കും, അവർ പോകും. ഈ സുവിശേഷം ആരുടെ തലമുറയ്ക്കകത്തിരിക്കുന്നു അവനെ പരിമിതിപ്പെടുത്താൻ പറ്റത്തില്ല, അവനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ പോകും രാജ്യങ്ങൾ. യുഎസും യുകെയും ഇവിടെ മാത്രമല്ല നമ്മുടെ തലമുറ പോകുന്നത്. നമ്മുടെ തലമുറ ഇന്ന് വരെ ദൈവകുഞ്ഞ നീ കേൾക്കാത്ത രാജ്യത്ത് നിന്റെ തലമുറ കാലിലാവട്ടെ. ഇതിനെ പുറപ്പെടുവിക്കുന്ന ഒരു സമ്പത്തിന്റെ അകത്തുണ്ട്. ഈ സമ്പത്തിരുന്നാൽ ഒതുക്കാൻ പറ്റില്ല. ആൻറ്റി, പാസ്പോർട്ട് ഉണ്ടോ? ഓ, സ്തോത്രം. ഹല്ലേലൂയ. ഈ സമ്പത്തുണ്ടെങ്കിൽ പോകുന്നു. സമ്പത്തില്ലാതെ പോകരുത്, സമ്പത്തിന് വേണ്ടി പോകരുത്. സമ്പത്തിന് വേണ്ടി ഒരു രാജ്യത്തും പോകരുത്. സമ്പന്നനെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. സമ്പത്തിന് പോയവരെല്ലാം അതുവഴിക്ക് പോയി. ഇപ്പൊ ദൂതന്മാർ പോലും അമ്മയെ പിടിച്ചിട്ട് പിടികിട്ടുന്നില്ല, ദൈവത്തിനും പിടികിട്ടുന്നില്ല, പാസ്റ്റർമാർക്കും. അയ്യോ, നിങ്ങളെ പിടികിട്ടി, നിങ്ങൾ ഇതിനകത്തുള്ളവരാ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും. ആർക്കും അപ്പനും പിടികിട്ടുന്നില്ല, അമ്മയ്ക്കും പിടികിട്ടുന്നില്ല, നാട്ടുകാർക്കും പിടികിട്ടുന്നില്ല, പാസ്റ്ററിനും പിടികിട്ടുന്നില്ല. അമ്മേ സ്തോത്രം. അവനിപ്പോ പരിധിക്ക് പുറത്താ. വിളിച്ചാൽ എന്ത് ചെയ്യത്തില്ല, വിളിച്ചാലും കിട്ടുകയില്ല, പിടിച്ചാലും കിട്ടുകയില്ല. ആ പരുവത്തിലായി. പക്ഷെ സമ്പത്തിരുന്ന് നോക്കേ, സമ്പന്നനെ കൊണ്ടുപോയി നോക്കേ. ഞാൻ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സമ്പന്നനെ കൊടുത്തു വിടണം. ഞാൻ പറഞ്ഞു, പോകട്ടെന്ന് രാജ്യങ്ങളിൽ ഒരു പിശാചിനും തൊടാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു തലമുറയും പിശാചിന് തൊടാൻ പറ്റത്തില്ല. 2024 നമ്മുടെ തലമുറയെ തൊടാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. നമ്മളെ കുടുംബത്തെ തൊടാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവകുഞ്ഞ നീ നിന്റെ അതര കൊണ്ട് പറ, പിശാചേ, ആമേൻ 2024 എന്റെ കുടുംബത്തെ തൊടാൻ പറ്റുകയില്ല. 2023 നീ തിരമാല പോലെ എന്റെ കുടുംബത്തിനകത്ത് ഇരച്ചു കയറി എന്റെ ഹൃദയത്തെ തകർത്തെങ്കിൽ 2024 ഞാൻ റിട്ടേൺ നിന്റെ കോട്ടയ്ക്കകത്ത് ഞാൻ ഇടിച്ചു കയറും. നിന്റെ കോട്ടയെ തകർക്കും. നീ പണിത് വെച്ചത് മുഴുവനും ഞാൻ ഇടിച്ചു കളയും. നമ്മൾ പിശാചിന്റെ കോട്ട ഇടിക്കുന്നവരായിരിക്കണം. സാത്താന്റെ കോട്ട ഇടിക്കുന്നവരാ. 2024 പറ, നടക്കുകയില്ല. പിശാച് നടക്കുകയില്ല. എന്നെ ഒതുക്കാൻ നിനക്ക് പറ്റത്തില്ല. സ്തോത്രം. എൻ്റെ വഴി അടയ്ക്കാൻ നിനക്ക് പറ്റത്തില്ല. എൻ്റെ വാതിലുകളെ ഞാൻ തുറന്നു വയ്ക്കുന്നു. സ്തോത്ര 2024 പ്രവചിക്കുന്ന ഒരു തലമുറയായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കേണ്ടത് പ്രവാചകനല്ല, നിങ്ങൾ പ്രവചിക്കണം. ഈ സമ്പത്ത് നിങ്ങളുടെ അകത്തുണ്ടോ? ഈ അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ടോ? ഈ സുവിശേഷം നിങ്ങളുടെ അകത്തുണ്ടോ? ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രവചിച്ച് പറയും, ഒന്നിനെയും നിങ്ങൾക്ക് ബന്ധിക്കാൻ കഴിയത്തില്ല. ഈ സുവിശേഷം അകത്തുള്ളവനെ, ആമേ സ്തോത്ര ഹല്ലേലൂയ, ഈ സുവിശേഷം അകത്തുള്ള പത്രോസിനെ, ആമേ സ്തോത്ര, യഹൂദന്മാരെല്ലാം പിടിച്ച് ആമേ കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ടു. സ്തോത്രം.
രാത്രിയിൽ ദൂതൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ, നിന്റെ നുകം പൊട്ടാൻ നീ 41 ഉപവസിക്കണ്ടെന്ന്. ഉപവസിച്ചല്ല നിന്റെ നുകം പൊട്ടുന്നത്. നിന്റെ അകത്ത് സുവിശേഷം അകത്തുണ്ടോ? നിന്റെ അകത്തൊരു തീ ഉണ്ടോ? ഒരു കാരാഗ്രഹത്തിനകത്തും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടെന്ന്. അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഒതുക്കി കളയാൻ പറ്റുകയില്ല. യഹൂദന്മാരുടെ സകല പ്രതീക്ഷയ്ക്കകത്തു നിന്നും ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഭയങ്കര മിറക്കൽ. ദൂതൻ ഇറങ്ങി വന്നിട്ട് പത്രോസിനെ പുറത്തിറക്കി. ആമേൻ. പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. നിങ്ങൾ പോയി ജീവന്റെ വചനം വിളിച്ചു പറയുക. ഇവർ വിട്ടെന്ന് ജീവന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് ഭയങ്കര കമ്മിറ്റി അടക്കാം. എന്താ? പത്രോസിനെയും കൂട്ടരെയും ആമേൻ ഒതുക്കാൻ ഇവിടെ കമ്മിറ്റി അടക്കാം. ദൈവകുഞ്ഞെ, പിശാച് ഒരു ഭാഗത്ത് നിനക്ക് നേരെ കമ്മിറ്റി കൂടും, നീ മറുഭാഗത്തോടെ സുവിശേഷം പ്രസംഗിക്കും. നിന്നെ പൂട്ടാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം. പറഞ്ഞോ, എന്നെ പൂട്ടാൻ പറ്റുകയില്ല, എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. 2023 ആമേൻ, സ്തോത്രം, എല്ലാ ആരാധനയ്ക്ക് പോലും വരാൻ പറ്റാതെ വണ്ണം എന്നെ ഒതുക്കി. ഈ വർഷം പറ്റത്തില്ല. ആൻറ്റി പറഞ്ഞ പറ്റത്തില്ല. ഈ വർഷം കർത്താവിന് വേണ്ടി ഞങ്ങൾ ആമേൻ, സ്തോത്രം, വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ആമേൻ, സ്തോത്രം. പറഞ്ഞു ഹല്ലേലൂയ. ആമേൻ, പറഞ്ഞു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്റ്റേജിൽ മാത്രമല്ല, ആമേൻ, ഈ പട്ടണത്തിന്റെ ഉന്നതമായ സ്റ്റേജുകളിൽ ദൈവത്തെ ആമേൻ ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ വർഷിപ്പ് ചെയ്യും, ഞങ്ങൾ പാടും, ഞങ്ങൾ ആമേൻ, ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച് പറയും. പരിമിതികൾ കൊതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു ഭാഗത്ത് സുവിശേഷം, മറുഭാഗത്ത് കമ്മിറ്റി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും അമ്മരെങ്ങും കൊണ്ടുവരാൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം. ആളെ അയച്ചു. ഇവരെല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോ ആമേൻ, കാവൽക്കാരങ്ങനെ ആമേൻ കുന്തവും പിടിച്ചോണ്ട് നിൽക്കുക. ഇന്ന് പകൽ പറയണം, കുന്തവും പിടിച്ചോണ്ട് നിൽക്കത്തേ ഉള്ളൂ. കുന്തവും പിടിച്ചോണ്ട് നിൽക്കുക. അകത്താരുണ്ട്? അകത്താരുണ്ട്? അകത്ത് പത്രോസുണ്ട്. പുറത്ത് കാവൽ നിൽക്കുക. ഇന്ന് പകൽക്കാലം ശത്രു വിചാരിച്ചിരിക്കുക, പത്രോസ് എവിടെയുണ്ട്? ശത്രുവിന്റെ പ്രതീക്ഷ പത്രോസ് എവിടെയുണ്ട്? കാരാഗ്രഹത്തിനകത്തുണ്ട്. കാവൽക്കാർ നിൽക്കുകയാ, അവരെ കൊണ്ടുപോകാൻ ഭടന്മാർ വന്ന് നിൽക്കുകയാ. പക്ഷെ പത്രോസ് അവിടെ ഇല്ല. ഇന്ന് പകൽ ഞാനൊരു ദൂത് കൈമാറും. ആമേൻ. പിശാച് 2024 ആമേൻ, സ്തോത്രം, നിന്നെ ഒതുക്കി വെച്ച മണ്ഡലത്തിനകത്ത് നീ ഉണ്ടെന്ന് പറഞ്ഞ് ആമേൻ, ശത്രു വെറുതെ നിനക്ക് കാവൽ നിൽക്കും. പക്ഷെ നിന്നെ അതിനകത്ത് ഒതുങ്ങി പോകത്തില്ല. ശത്രു അവിടെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ നീ പുറത്തിറങ്ങും, നീ പുറത്തു വരും. എന്റെ ദൈവം നിനക്ക് വേണ്ടി 2024 ശക്തന്മാരായ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കുഞ്ഞിന് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കുടുംബനാഥന് വേണ്ടി ഇറങ്ങി വരും. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. നിന്റെ ചാർച്ചക്കാർക്ക് വേണ്ടി ഇറങ്ങി വരും. എന്റെ ദൈവം ഇറങ്ങി വരും. ഒതുക്കാൻ പറ്റുകയില്ല. അവർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആമേൻ, സ്തോത്രം, വന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ പൂട്ട് അങ്ങനെ തന്നെ ഉണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. ഈ യഹൂദന്മാരുടെ പ്രതീക്ഷ ഇതിനകത്തിട്ടിട്ട് താക്കോൽ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? കാരാഗ്രഹ പ്രമാണിയുടെ കയ്യില താക്കോൽ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം ആമേൻ കാലം അവനൊരു പ്രതീക്ഷയുണ്ട്. ആമേൻ, സ്തോത്രം. എന്താ? ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ശത്രുവെ, നിന്റെ കയ്യിൽ ആമേൻ ഞങ്ങളെ പൂട്ടാനുള്ള താക്കോല് ആമേൻ നിന്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ച് പറയാൻ എനിക്കുണ്ട്. പക്ഷേ ആമേൻ വേറൊരു താക്കോല് ആമേൻ അഭിഷേകം പ്രാപിച്ച എൻ്റെ കയ്യിലുണ്ട്. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ, ആമേൻ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു.
ഇന്ന് പകൽക്കാലം പറ, പിശാചേ നീ എത്ര ലോക്കിട്ട് പൂട്ടിയാലും ഇന്ന് പകൽക്കാലം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം എന്നെ പൂട്ടാൻ നിനക്ക് പറ്റത്തില്ല, എന്റെ കുടുംബത്തെ പൂട്ടാൻ പറ്റത്തില്ല, എന്റെ തലമുറയെ പൂട്ടാൻ പറ്റത്തില്ല. നീ പൂട്ടിയാൽ ഞാനത് തുറക്കും. പറഞ്ഞേ, നീ പൂട്ടിയ ഞാൻ തുറക്കും. പിശാചേ നീ പൂട്ടിയ ഞാൻ തുറക്കും. സ്തോത്രം. പിശാചേ നീ വഴി അടച്ച ഞാൻ എന്ത് ചെയ്യും? ഞാൻ തുറക്കും. എൻ്റെ കയ്യിൽ എന്തുണ്ട്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നീ ഏത് ലോക്കിട്ട് പൂട്ടിയാലും, നീ ഗോദറേജിൻ്റെ പൂട്ടിട്ട് പൂട്ടിയാൽ ആവേശോത്ര അതിൻ്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇന്ന് പകൽ പറ. പിശാചേ അമ്മ എല്ലാ താക്കോലും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു താക്കോലല്ല ആമേശോ, ഇന്ന് പകൽക്കാലം എൻ്റെ കയ്യിലിരിക്കുന്ന താക്കോല് കൊണ്ട് ആമേൻ ഏത് ലോക്കും തുറക്കാൻ പറ്റും. ഏത് ലോക്കും തുറക്കാൻ പറ്റും. എൻ്റെ സാമ്പത്തിക മേഖല അടച്ചാൽ ഞാൻ അതിനെ തുറക്കും. എൻ്റെ ആത്മീകത്തെ ലോക്ക് ചെയ്താൽ ഞാൻ അതിനെ തുറക്കും. എൻ്റെ പ്രാർത്ഥന ജീവിതത്തെ ലോക്ക് ചെയ്താൽ ഞാൻ അതിനെ തുറക്കും. എന്തെന്നറിയാം? എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ ശുശ്രൂഷ ലോക്ക് ചെയ്യാൻ പിശാച് നിനക്ക് പറ്റുകയില്ല. എൻ്റെ പ്രാർത്ഥന ജീവിതത്തെ ലോക്ക് ചെയ്യാൻ പറ്റും. നിനക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ചില വിഷയങ്ങൾ കൊണ്ടൊന്ന് ഹൃദയത്തെ ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനൊരു സ്തോത്രം പറഞ്ഞാൽ, ഞാനൊന്ന് കരമടിച്ചാൽ, ഞാനൊരു അന്യഭാഷ പറഞ്ഞാൽ, പിശാചേ നീ കൊണ്ടിട്ട ലോക്ക് എപ്പോ തുറന്നെന്ന് കേട്ടാ മതി. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ, നിന്റെ ആദരത്തിലെ അഭിഷേകമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഏത് പിശാചിന്റെ ലോക്കും തുറക്കാൻ തക്കവണ്ണം നിന്റെ ആദരത്തിന്മേൽ ഒരു അഭിഷേകമുണ്ടെന്ന്. പകൽ ഒരു നിമിഷം കണ്ണുകൾ അടക്കട്ടെ.